നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് ഇനി വെറും 15 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഇതുവരെ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് വരുമായിരിക്കുമല്ലോ. എന്നാലും ഈ 15 ദിവസം നീറ്റ് പ്രിപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ 15 ദിവസം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സ്കോറും അതേപോലെ ഉണ്ടാകുക. അതുകൊണ്ട് ഏറ്റവും നല്ല പോലെ കഷ്ടപ്പെടേണ്ട, ഏറ്റവും നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ട സമയങ്ങളാണ് ഇനി മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഈ 15 ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്നോട് പറയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കണ്ടോളാം, ഞാൻ മറുപടി തരാം കേട്ടോ. അപ്പോൾ മക്കൾ, ആദ്യം എനിക്ക് പറയാനുള്ളത് സ്റ്റേ മോട്ടിവേറ്റഡ്. ഒരുപാട് പ്രഷർ, ഒരുപാട് ടെൻഷനൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളാണ് ഇനി കടന്നു വരുന്ന 2 ആഴ്ചകൾ. ഈ ആഴ്ച നിങ്ങൾ ഇത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തലയിൽ, നിങ്ങളുടെ മെമ്മറിയിൽ ഒരു കാരണവശാലും നെഗറ്റീവ് ചിന്തകൾ കടന്നു വരാൻ പാടില്ല. നിങ്ങൾ വീട്ടിൽ പ്രശ്നങ്ങൾ കാണും, പ്രാരാബ്ദം കാണും, പൈസേൻ്റെ ബുദ്ധിമുട്ട് കാണും. ഇതിനിടയ്ക്കൊക്കെ ആയിരിക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. വീട്ടിൽ ചിലപ്പം അമ്മ അച്ഛനും തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ കാണും. എന്തു പ്രശ്നമായിക്കോട്ടെ നിങ്ങൾ തലയിൽ വരുത്താതിരിക്കുക. നിങ്ങൾ നീറ്റിന് സ്വപ്നം കാണുക. ആ സ്റ്റെതസ്കോപ്പ് മണിഞ്ഞ് ഉമ്മേൻ്റെയും ഉപ്പേൻ്റെയും അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന മൊമെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കുക. അതിനുശേഷം എന്താ, പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും അസുഖത്തിനൊക്കെ മരുന്ന് എഴുതി കൊടുത്തു കഴിയുമ്പോൾ പേഷ്യൻസ് ഭേദമായി എന്ന് പറയുന്ന ആ മൊമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആ ഗോളിനെ കുറിച്ച് മാത്രം ആലോചിച്ച് ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ നിങ്ങളുടെ തലയിൽ കയറ്റി വെക്കാതെ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് എഴുതുന്നുണ്ടാവും, മാർക്ക് കുറവായിരിക്കും, റാങ്ക് കുറവായിരിക്കും. അതൊന്നും ആലോചിച്ച് സമയം കളയണ്ട. അതിലെന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കുക, മുമ്പോട്ട് പോവുക. ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇനിയുള്ള 15 ദിവസം ഉഷാറായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റേ മോട്ടിവേറ്റഡ്. ഈ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ, നമ്മുടെ ഒരു മെന്റൽ പീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് കയറുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, ടേക്ക് ഫുൾ മോക്ക് ടെസ്റ്റ്. ഇതാണ് അടുത്ത പ്രധാന കാര്യം. ഇനിയുള്ള സമയങ്ങളിൽ റിവിഷനാണ് ഏറ്റവും മെയിൻ പരിപാടി. ഈ റിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ഈ ഇക്വേഷനൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ. വെറും ചാപ്റ്റർ വൈസ് അല്ല, ഫുൾ സിലബസിൻ്റെ 150 ക്വസ്റ്റ്യൻ്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ മോക്ക് ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ കറക്റ്റ് 3 മണിക്കൂർ വെച്ച് ഒരു എക്സാം ഹോളിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ തന്നെ ഈ നീറ്റിൻ്റെ 150 ക്വസ്റ്റ്യൻ്റെ OMR ഷീറ്റിൻ്റെ ഒക്കെ പ്രിൻ്റ് എടുക്കാൻ കിട്ടും. നിങ്ങൾ കുറച്ച് പ്രിൻ്റ് എടുത്ത് വെച്ചോ. എന്നിട്ട് എവിടത്തേക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഒക്കെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഓൺലൈൻ അടിച്ചു കൊടുത്താൽ നോർത്ത് ഇന്ത്യ, അലൻ, അതേപോലെ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ മെറ്റീരിയൽ കിട്ടും. നമ്മുടെ എഡ്യൂപോർട്ടിനൊക്കെ മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആ മെറ്റീരിയൽ 3 അവർ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. അതെന്നിട്ട് നിങ്ങൾ ഒരു എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. ബബിൾ ചെയ്യുക, കൃത്യമായിട്ട് OMRൽ ബബിൾ ചെയ്യാനൊക്കെ ശ്രമിക്കുക. ബബിൾ OMR ഷീറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം നമുക്ക് പ്രിന്റ് എടുത്ത് വെക്കാൻ പറ്റും. അത് നിങ്ങൾ ബബിൾ ചെയ്ത് പഠിക്കുക. ബബിൾ ചെയ്യുമ്പോൾ പുറത്തേക്ക് ബബിൾ പോകാതെ ശ്രമിക്കുക. കൃത്യമായിട്ട് ഒരു എക്സാം എങ്ങനെയാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതേ മനോഭാവത്തോടു കൂടി നിങ്ങൾ വീട്ടിലിരുന്നിട്ടോ ഹോസ്റ്റലിൽ ഇരുന്നിട്ടോ എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ ഇരുന്ന് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ മെയ് 3-ന് പോയി അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതേ രീതിയിൽ 3 മണിക്കൂർ എടുത്ത് തന്നെ അറ്റൻഡ് ചെയ്യുക. അതിൽ എന്തൊക്കെ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ, ഏതൊക്കെ ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് പിഴവ് പറ്റുന്നത്, ഏത് ഭാഗത്തെ ഇക്വേഷൻ ആണ് മറന്നു പോകുന്നത്. നിങ്ങൾക്ക് അതിലിപ്പോൾ 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 150 ചെയ്യാൻ കിട്ടില്ല മക്കളെ. ഒരു 30-40 എണ്ണൊക്കെ ചിലപ്പോൾ അറിയാത്തത് കാണും. ഒരു 20-30 എണ്ണം അറിയാത്ത കാണും. ഈ 30 എണ്ണത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം, ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് എനിക്ക് പറ്റിയത്, ആ 30 ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്താ, ഞാൻ അവിടെ സ്ട്രോങ് ആകാത്തത് കൊണ്ടാണോ, ആ ടോപ്പിക് അപ്പോൾ എടുത്തു വെച്ച് വീണ്ടും പഠിക്കുക. ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ അതിലെ സകല കിട്ടാത്ത ക്വസ്റ്റ്യനും ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്തത് റിവൈസ് ചെയ്യാൻ, അടുത്തത് പഠിക്കാൻ. ഞാൻ വീണ്ടും പറയുന്നു, ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ അതിലെ കിട്ടാത്ത ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം, ചെയ്ത് നോക്കി കണ്ടുപിടിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകാൻ. മോക്ക് ടെസ്റ്റ് എടുക്കുക. ഓക്കെ, അടുത്തെന്താ, റിവിഷൻ. ഞാൻ പറഞ്ഞ റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാൻ 3 മണിക്കൂർ മതി. അത് സോൾവ് ചെയ്യാൻ വീണ്ടും ഒരു 3 മണിക്കൂർ, 6 മണിക്കൂർ പോയെന്നിരിക്കട്ടെ. ഉറങ്ങാൻ എന്തായാലും 6-7 മണിക്കൂർ, 6 മണിക്കൂർ പോകുന്നിരിക്കട്ടെ. ബാക്കി നിങ്ങൾക്ക് ഒരു 12 മണിക്കൂറുണ്ട്. അതിൽ ഒരു 2 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റ് കാര്യങ്ങൾ എടുത്തോ. ഈ 10 മണിക്കൂർ നിങ്ങൾ റിവൈസ് ചെയ്യണം. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് എടുക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. 2 ദിവസമെങ്കിലും കൂടുമ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കണം. ഇനിയിപ്പോൾ 14 ദിവസം, 15 ദിവസം ഉണ്ട് പോട്ടെ, 14 ദിവസമുണ്ട്. 2 ദിവസം കൂടുമ്പോൾ എടുത്താൽ 7 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ബാക്കി മോക്ക് ടെസ്റ്റ് എടുക്കാത്ത ദിവസങ്ങൾ ഇങ്ങനെ വായിച്ച് ഇക്വേഷനും നെയ്മഡ് റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയ്മഡ് റിയാക്ഷൻസും
NCERT-ലെ ഡയഗ്രാംസും കാര്യങ്ങളും ഒക്കെ നോക്കി റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. റിവിഷൻ മേക്സ് യു ബെറ്റർ, റിവിഷൻ മേക്സ് യു ബെറ്റർ. റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക മക്കളെ. പുതിയ ടോപ്പിക്കുകളൊന്നും പഠിക്കണ്ട, പുതിയ ടോപ്പിക്കുകളൊന്നും പഠിക്കണ്ട. ആ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം കൂടെ മനസ്സിലാക്കണം. ഈ പുതിയ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് കാണും. എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്ക് എക്സാമ്പിൾ വർക്ക് എനർജി പവറിൽ കൊളീഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ടഫായി കാണും, നിങ്ങൾ ഇതുവരെ പഠിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ ഒന്ന് പഠിക്കാത്ത കുറേ ടോപ്പിക് ഉണ്ട്. പക്ഷെ ആ ടോപ്പിക്കിൽ ഏതാണോ ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ചോദിക്കുന്ന എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെങ്കിൽ അത് വേഗം പഠിച്ചു തീർത്തോ. അതെങ്ങനെങ്കിലും വൺ ഷോട്ട് കണ്ടിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് വേഗം പഠിച്ചു തീർത്തോ. സത്യത്തിൽ ഇപ്പോൾ പഠിക്കാനുള്ള സമയമല്ല, പുതിയ ടോപ്പിക്ക് പഠിക്കാനുള്ള സമയമല്ല. പക്ഷേ നിങ്ങൾ മിസ്സാക്കിയതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ പഠിച്ചു തീർക്കുക. ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പഠിക്കാത്തത് സാറേ, ആ പുതിയ ടോപ്പിക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതങ്ങ് കളയുക. കാരണം സമയമില്ല. ലെസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഒഴിവാക്കാനും ഞാൻ പറയുള്ളൂ. നിങ്ങൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെങ്കിലൊക്കെ സമയം കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ എല്ലാ ടോപ്പിക്കും പഠിക്കുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പം 78 ചാപ്റ്റർ ഉണ്ടല്ലോ. 78 ചാപ്റ്ററിലെ സകല ടോപ്പിക്കും കവർ ചെയ്ത് ഒരു കുട്ടിക്ക് നീറ്റ് എഴുതാൻ പോകാൻ പറ്റില്ല. നിങ്ങൾ റിപ്പീറ്റ്, റീ റിപ്പീറ്റ്, ട്രിപ്പിൾ റിപ്പീറ്റ് എന്തുമായിക്കോട്ടെ, 78 ചാപ്റ്ററിലെ സകല ടോപ്പിക്കിലെയും സകല ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്തൊരു കുട്ടിക്ക് പോകാൻ പറ്റില്ല. ചിലതൊക്കെ അവിടെ പോയിട്ട് ആലോചിച്ച് സ്വന്തമായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ചില ടൈപ്പുകളൊക്കെ ചിലപ്പോൾ അവിടുന്ന് ആയിരിക്കും ആദ്യമായിട്ട് കാണുക. ചില എക്സ്പീരിയൻസും ഉണ്ട്, അവിടുന്ന് ചില ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ചില ക്വസ്റ്റ്യനുകൾ അവിടുന്ന് തന്നെ നമ്മൾക്ക് എക്സ്പീരിയൻസും ഉണ്ട്, അപ്പം തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. 78 ചാപ്റ്ററിലെയും എത്ര ടോപ്പിക് ഉണ്ടോ അത്രയും ടോപ്പിക്കിൻ്റെയും സകലമായ ടൈപ്പ് ക്വസ്റ്റ്യനും എല്ലാ ബുക്കിൽ നിന്ന് മരിച്ചു പറക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഒരു കുട്ടിക്കും പറ്റില്ല. അങ്ങനെ നിങ്ങൾ 1ാം ക്ലാസ്സിൽ നിന്നോ 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങണമായിരുന്നു. എങ്കിൽ അങ്ങുള്ളവർക്കൊക്കെ പറ്റുമായിരിക്കും. അപ്പം എന്താ, ചിലതൊക്കെ നമ്മളെന്താ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ വരില്ലായിരിക്കും, അങ്ങനെ തന്നെ മാറ്റി നിർത്തേണ്ടി വരും. എന്നാൽ എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്കുകൾ ഇനിയും പഠിക്കാനുണ്ടെങ്കിൽ അത് വേഗം പഠിച്ചെടുക്കുക. ഓക്കെ, അടുത്ത പ്രോപ്പർ സ്ലീപ്പ്. അടുത്ത മക്കളെ 6 മണിക്കൂർ ഞാൻ പറയുകയാണ്. ഉറക്കം മുളയ്ക്കൽ ഞാൻ എൻ്റെ ചില മിസ്റ്റേക്കുകളുടെ വീഡിയോ ഞാൻ ഇട്ടില്ലേ, എന്നിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ മിസ്റ്റേക്കാണ് ഞാൻ ഉറക്കം റെഡ്യൂസ് ചെയ്തു. ഉറക്കം കുറച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സമയം. ഈ പ്രശ്നം ഈ 2 ആഴ്ച നീറ്റിൻ്റെ 2 ആഴ്ച സമയങ്ങളിൽ 2 ആഴ്ച മുമ്പുള്ള സമയങ്ങളിൽ ഞാൻ വെറും 3 മണിക്കൂർ മാത്രം ഉറങ്ങാനുള്ളായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് അതായിരുന്നു, ബിഗസ്റ്റ് മിസ്റ്റേക്ക്, ഉറക്കം കുറച്ചത്. മക്കളെ ഈ സമയത്തെ കാര്യങ്ങളൊക്കെ തലയിൽ വരണമെങ്കിൽ നല്ല പോലെ ഉറങ്ങണം. പറയാണ് 6 മുതൽ 7 മണിക്കൂർ വരെ. ഞാൻ പറയാം 6 മണിക്കൂറിൽ താഴേക്ക് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. ഉറക്കം കുറയ്ക്കല്, ബോഡി ടയേർഡാകും. മെയ് 3 എഴുതാൻ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടിക്കൊള്ളണം എന്നില്ല. ഞാൻ പറഞ്ഞു പേടിപ്പിക്കുകയല്ല, എൻ്റെ എക്സ്പീരിയൻസിന് എനിക്ക് സംഭവിച്ചത് പറയാം. ഉറക്കം മുളച്ചത് കൊണ്ട് എനിക്ക് പലതും മറന്നു പോയിട്ടുണ്ട് എൻ്റെ നീറ്റ് എക്സാമിന്. നിങ്ങൾക്ക് അങ്ങനെ പറ്റാൻ പാടില്ല. പഠിക്കണം പഠിക്കണം പഠിക്കണം, ഉറക്കം മുളയ്ക്കാതെ പഠിക്കണം, ഉറക്കം മുളയ്ക്കാതെ പഠിക്കണം. അടുത്താണ് മക്കളെ ഗ്യാപ്സ് ഇൻ സ്റ്റഡി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ 30 മിനിറ്റ് പഠിക്കുകയാണെങ്കിൽ, അരമണിക്കൂർ പഠിക്കാനിരിക്കുകയാണെങ്കിൽ 25 മിനിറ്റ് പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. 25 മിനിറ്റ് പഠിച്ച് 5 മിനിറ്റ് ബ്രേക്ക്. ചുമ്മാ വെളിയിലേക്ക് ഇറങ്ങുന്നു, വീട്ടുകാരോട് സംസാരിക്കുന്നു, അമ്മയും അച്ഛനോട് അടുക്കളയിൽ പോയി എന്തെങ്കിലും ഒന്ന് വർത്താനം പറയുന്നു, സംസാരിക്കുന്നു. ചിലപ്പോൾ മൊബൈൽ എടുത്ത് കളിക്കണമെന്ന് ഞാൻ പറയില്ല, ചിലപ്പോൾ അത് അങ്ങനെ ഇരുന്ന് പോകും. 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ആയി പോകും. മൊബൈലിൽ ഇരുന്ന് കളിക്കണം എന്നില്ല. വേറെ എന്തെങ്കിലും പുറത്ത് പോവുക, വല്ല പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ കണ്ട് വർത്താനം പറയാ, പുറത്ത് അമ്മയുടെ അച്ഛനോട് വർത്താനം പറയാം, അയൽവക്കാരോട് വർത്താനം പറയാം. ആദ്യമായിട്ട് നമ്മളെ കാണലിരുന്ന് കണ്ടോട്ടെ, അയൽവക്കാരോടും ഒക്കെ വർത്താനം പറയാം. നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കാന്നാണ് പലരും വിചാരിക്കണത്. പുറത്തേക്ക് ഇറങ്ങൊന്നും വർത്താനം പറയാം, ജസ്റ്റ് ഒന്ന് നടക്കുക, തിരിച്ചു വരിക. ഗ്യാപ്പ് എടുത്ത് പഠിക്കുക. കണ്ടിന്യൂസ് ഇരുന്നാൽ തലവേദന വരും. തലവേദന വന്നാൽ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ എന്താ തീരാതെയാകും. നിങ്ങൾ ടെൻഷൻ അടിച്ച് തലയിൽ ഒന്നും കയറാതെയാകും. തലയിൽ കയറാതാകും, അതാണ് മെയിൻ പ്രശ്നം. ഗ്യാപ്പ് എടുക്കാതെ പഠിച്ചാൽ, ഉറക്കം കുറച്ച് പഠിച്ചാലൊക്കെ എന്താ പ്രശ്നം, തലയിൽ വേണ്ട രീതിയിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റൂല. തലയിലേക്ക് വേണ്ട വിധത്തിൽ കണ്ടന്റ് കയറാതെയാകും മക്കളെ. ഗ്യാപ്പ് എടുക്കുക. എന്താ സാർ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്? പുതിയ ടോപ്പിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഈ 15 ദിവസങ്ങളിൽ പുതിയ ടോപ്പിക്കുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒരുപാട് ബുക്ക് എടുത്ത് ചെയ്യരുത്. ഒരു ചാപ്റ്റർ പഠിച്ചു, ഒരു മെറ്റീരിയൽ ചെയ്തു. നിങ്ങൾ ഈ കൊല്ലം ഫുള്ളായിട്ട് ഒരു മെറ്റീരിയൽ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം വേറൊരു മെറ്റീരിയൽ ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽ എടുക്കണ്ട. നിങ്ങൾ ആദ്യം ചെയ്ത മെറ്റീരിയൽ തന്നെ വീണ്ടും ചെയ്ത് പഠിക്കുക. അതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടാതിരിക്കും. ആദ്യം മൂലം നമ്മളൊരു മെറ്റീരിയൽ ഫോളോ ചെയ്യുന്നത്, അതിലെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന പല ക്വസ്റ്റ്യനും ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ മെറ്റീരിയൽ വീണ്ടും അങ്ങ് ചെയ്ത് പഠിച്ചാൽ മതി. അതിൽ തന്നെ എല്ലാ ടൈപ്പും കാണും. സെങ്കേജ് എങ്കിൽ സെങ്കേജ്, ഫിംഗർ ടിപ്പാണ് ഫിംഗർ ടിപ്പ്. നിങ്ങൾ ഏത് ബുക്കാണോ ഫോളോ ചെയ്യുന്നത് ആ ബുക്കിലുള്ള സകലതും പഠിക്കുക. പുതിയ ബുക്കുകൾ എടുക്കാൻ നമുക്ക് സമയമില്ല, എക്സാമിങ് എത്തി
പോയി മക്കളെ. ഒരുപാട് ബുക്ക് എടുക്കരുത്, പുതിയ ടോപ്പിക്ക് പഠിക്കാൻ പാടില്ല. പിന്നെന്താ, ഡോണ്ട് ലുക്ക് ഇൻ ടു അതേഴ്സ് റാങ്ക്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ ബാക്കി ഒരുപാട് ചിലപ്പോൾ ക്ലാസ്സിൽ ഒരുപാട് പേര് കാണും. അവൻ 10ാം റാങ്ക് ആയിരിക്കും, നിങ്ങൾ 15ാം റാങ്ക് ആയിരിക്കും. അവൻ്റെയോ ഇവൻ്റെയോ ഏതവൻ്റെയോ മാർക്ക് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ള മിസ്റ്റേക്ക് മനസ്സിലാക്കുക, നിങ്ങളുടെ റാങ്ക് ഇമ്പ്രൂവ് ആകാൻ നോക്കുക. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയും, ബാക്കിയുള്ളവരൊന്നും നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ വേണ്ട, നിങ്ങളോട് തന്നെ കോമ്പറ്റീഷൻ വെക്കണം. നിങ്ങളോട് തന്നെ എങ്ങനെ കോമ്പറ്റീഷൻ വെക്കുക. 180 ക്വസ്റ്റ്യനുള്ള നീറ്റ് പേപ്പറിലെ 180 ക്വസ്റ്റ്യനും ഞാൻ കറക്റ്റ് ആക്കും. ഇതാണ് നമ്മുടെ കോമ്പറ്റീഷൻ. ആരും വേണ്ട, നീറ്റ് എക്സാമിന് ഒരുത്തനും വേണ്ട നമുക്ക് കോമ്പറ്റീഷന്. പലരും പറയും സാർ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നല്ലപോലെ പഠിക്കുക. കോമ്പറ്റീഷൻ വേറെ കുട്ടികളോടല്ല, നിങ്ങളോട് തന്നെയാണ് കോമ്പറ്റീഷൻ. നീറ്റിൽ 180 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 180 ക്വസ്റ്റ്യനിലെ 180 ക്വസ്റ്റ്യനും ഞാൻ ശരിയാക്കും. അറ്റൻഡ് ചെയ്യും എന്നല്ല, ശരിയാക്കുമെന്ന് പറഞ്ഞ വാശിയോട് പോവുക. അതാണ് നമ്മുടെ കോമ്പറ്റീഷൻ. ഇന്ന് 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 150 എനിക്ക് അറിയുന്നതായിരിക്കണം. ആ 150 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യും എന്ന് മനസ്സിൽ കരുതിയിട്ട് പോവുക. അതാണ് നമ്മുടെ സെൽഫ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ. ആ കോമ്പറ്റീഷൻ മൈൻഡ് വേണം. ബാക്കിയുള്ള റാങ്കോ ബാക്കിയുള്ളൊരു സ്കോറോ ബാക്കിയുള്ളൊരു മോക്ക് ടെസ്റ്റ് എങ്ങനെയോ അറ്റൻഡ് ചെയ്തോട്ടെ, നമുക്ക് മൈൻഡ് ആക്കണ്ട. നമ്മൾ 150 ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ആക്കും. ആ രീതിയിൽ പോവുക. കണ്ടിന്യൂസ് സ്റ്റഡി ചെയ്യൽ, ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ രാവിലെ 6 മണിക്ക് തുടങ്ങും, വൈകുന്നേരം 6 മണിക്കായിരിക്കും റൂമിൽ നിന്ന് ഇറങ്ങി വരിക. ഇങ്ങനെ ഇരുന്ന് പഠിക്കരുത്, തലയ്ക്കകത്തൊന്നും കയറാതെയാകും. ചെറിയ ബ്രേക്ക് എടുക്കുക. 5-10 മിനിറ്റിന് ബ്രേക്ക് എടുക്കുക. 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ബ്രേക്ക് അല്ല, ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാനുമല്ല ഞാൻ പറഞ്ഞത്. 5-10 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കുക. അത്യാവശ്യം പഠിച്ചു എന്ന് തോന്നുമ്പോൾ ബ്രേക്ക് എടുത്ത് പഠിക്കുക. പിന്നെന്താ, മോക്ക് ടെസ്റ്റുകളെ പരിഗണിക്കാതിരിക്കരുത്. ഞാൻ പറയാം, ഇത്രയും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം ഏതാ? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. മക്കളെ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഒന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ 15 ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി. നീറ്റ് റിപ്പീറ്റ് ചെയ്ത ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പോയാലാണ് നീറ്റ് കിട്ടുക എന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെയൊക്കെ പോയാൽ നീറ്റ് കിട്ടില്ല എന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയും. അതുകൊണ്ട് ഞാൻ പല സമയത്ത് ചെയ്ത എൻ്റെ മിസ്റ്റേക്കുകൾ നിങ്ങൾ ആവർത്തിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ആയിട്ട് പറയുന്നത്. മക്കളെ, ഇങ്ങനെ ട്രൈ ചെയ്യുക. മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞോട്ടെ, പ്രശ്നമില്ല. മാർക്ക് കുറയാൻ നേരം ഏത് ക്വസ്റ്റ്യനാണ് കിട്ടാത്തേ നോക്കുക, പഠിക്കുക, കയറി വരിക. 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 150 ഞാൻ ശരിയാക്കും എന്ന മനോഭാവത്തോടെ മെയ് 3 എക്സാമിന് പോവുക. ബൈ.